കോർപ്പറേറ്റ് കമ്പനികൾക്ക് നികുതി ഇളവ് നൽകിയും നികുതി സ്ലാബുകളിൽ മാറ്റം വരുത്തിയും കേന്ദ്ര സർക്കാർ പൊതുബജറ്റ് അവതരിപ്പിച്ചു. കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളുന്നതിനെക്കുറിച്ച് ബജറ്റിൽ പരാമർശമില്ല. 3 ലക്ഷത്തിന് മുകളിലുള്ള നോട്ടിടപാടുകൾക്ക് വിലക്കുണ്ട്. കറൻസി രഹിത വിനിമയത്തിന് പ്രാമുഖ്യം. ക്ഷീരവികസനത്തിനും ജലസേചനത്തിനും പ്രത്യേകം പദ്ധതികൾ. പ്രതിരോധ മേഖലയ്ക്ക് വൻതുക വകയിരുത്തി. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റം വരുത്തിയാണ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി NDA സർക്കാരിന്റെ 3ാമത്തെ പൊതുബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ വരുമാനമുള്ളവരുടെ നികുതി 10% നിന്ന് 5% കുറച്ചു. 50 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് 10% സർചാർജ്. കാർഷിക മേഖലയ്ക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഡിജിറ്റൽ ഇടപാടുകൾക്കും പ്രത്യേകം പദ്ധതികൾ. 10 ലക്ഷം കോടി രൂപ കാർഷിക വായ്പയായി വിതരണം ചെയ്യും. എന്നാൽ നോട്ടുമാറ്റത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന കർഷകരുടെ വായ്പ എഴുതിത്തള്ളുന്നതിനെക്കുറിച്ച് ബഡ്ജറ്റിൽ പരാമർശമില്ല. 1 കോടി കുടുംബങ്ങളെയും 50,000 ഗ്രാമങ്ങളെയും 2 വർഷത്തിനുള്ളിൽ ദാരിദ്ര്യമുക്തമാക്കും. മുതിർന്ന പൗരന്മാർക്ക് ആധാർ സഹായത്തോടെ ഹെൽത്ത് കാർഡ്. കറൻസി രഹിത ഇടപാടുകൾക്ക് കടുത്ത ചട്ടമാണ് ജെയ്റ്റ്ലി ഏർപ്പെടുത്തിയത്. ഇനി മുതൽ 3 ലക്ഷത്തിന് മുകളിലുള്ള നോട്ട് വിനിമയം റദ്ദാക്കി. രാഷ്ട്രീയ പാർട്ടികൾക്ക് നോട്ടായി സ്വീകരിക്കാവുന്ന സംഭാവന 2000 നിജപ്പെടുത്തി. 2500 കോടി രൂപയുടെ ഡിജിറ്റൽ ഇടപാടുകളാണ് ഇതുവഴി ലക്ഷ്യം വെക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിക്ക് 48,000 കോടി രൂപ. പ്രതിരോധ മേഖലയ്ക്ക് 2.74 ലക്ഷം കോടി രൂപ. ഇരുവിഭാഗത്തിലും മുൻകാലത്തെ അപേക്ഷിച്ച് വൻ വർധനവ്. വ്യോമയാന മേഖലയിൽ സ്വകാര്യവൽക്കരണം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വിമാനത്താവളങ്ങൾ. 50 കോടി വരെ വാർഷിക വരുമാനമുള്ള കോർപ്പറേറ്റുകളുടെ നികുതി 30% നിന്ന് 5% കുറച്ചു. രാജ്യത്തെ 99% വരുന്ന കോർപ്പറേറ്റുകൾക്കും തീരുമാനം വൻ നികുതി ലാഭം നൽകും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രവേശന പരീക്ഷകൾക്ക് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി രൂപീകരിക്കും. നോട്ട് നിരോധനത്തെ പ്രശംസിച്ച ബഡ്ജറ്റിൽ പക്ഷേ എന്തൊക്കെ ഗുണങ്ങൾ ഇതുകൊണ്ട് രാജ്യത്തിനുണ്ടായെന്ന് പറയുന്നില്ല. തകർന്നടിഞ്ഞ സാമ്പത്തിക മേഖലയ്ക്ക് പുനർജീവനമേകുന്ന പദ്ധതികൾ കാത്തിരുന്നവർക്ക് നിരാശ നൽകുന്നതായി ബഡ്ജറ്റ്. അടുത്ത സാമ്പത്തിക വർഷമെങ്കിലും പ്രശ്നങ്ങൾ തീരുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കാൻ മാത്രമേ അരുൺ ജെയ്റ്റ്ലിക്ക് കഴിയുന്നുള്ളൂ. പാർലമെന്റിൽ നിന്നും സന്തോഷ് സർലിംഗ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി പൊതുബജറ്റിനൊപ്പം അവതരിപ്പിച്ച റെയിൽവേ ബജറ്റിലും സ്വകാര്യവൽക്കരണത്തിന് പ്രാമുഖ്യം. റെയിൽവേ ആപ്പ് വഴിയുള്ള ഓൺലൈൻ ബുക്കിംഗിന് സർവീസ് ചാർജ് ഒഴിവാക്കി. 1 ലക്ഷം കോടി രൂപയുടെ റെയിൽ സുരക്ഷാ ഫണ്ട് രൂപീകരിക്കാനും ബജറ്റിൽ തീരുമാനം. പുതിയ ട്രെയിനുകളില്ല. യാത്രാക്കൂലി, ചരക്കുകൂലി തുടങ്ങിയവയെക്കുറിച്ച് പരാമർശവുമില്ല. പൊതു ബഡ്ജറ്റിനൊപ്പം അവതരിപ്പിച്ച റെയിൽ ബഡ്ജറ്റിൽ റെയിൽവേയുടെ സ്വകാര്യവൽക്കരണത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. പുതിയ മെട്രോ റെയിൽ നയം രൂപീകരിക്കും. തീർത്ഥാടന ടൂറിസത്തിന് പ്രത്യേക ട്രെയിൻ എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഏതൊക്കെ ട്രെയിനുകളെന്ന് വ്യക്തമാക്കിയിട്ടില്ല. 5 വർഷം കൊണ്ട് 1 ലക്ഷം കോടി രൂപയുടെ റെയിൽ സുരക്ഷാ ഫണ്ട് രൂപീകരിക്കുമെന്നും ബഡ്ജറ്റിൽ പറയുന്നു. തെരഞ്ഞെടുത്ത 500 സ്റ്റേഷനുകളിൽ ലിഫ്റ്റ്, എസ്കലേറ്റർ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2800 കിലോമീറ്റർ പാത അധികമായി നിർമ്മിച്ചെങ്കിൽ ഇത്തവണ 3500 കിലോമീറ്റർ പാത വികസനമാണ് ലക്ഷ്യമിടുന്നത്. 2020-നകം ആളില്ല ലെവൽ ക്രോസുകൾ ഇല്ലാതാക്കും. റെയിൽവേയുടെ ഓൺലൈനായ ICRTC വഴിയുള്ള സീറ്റ് ബുക്കിംഗിന് സർവീസ് ചാർജ് ഇനി മുതലില്ല. 2 വർഷത്തിനുള്ളിൽ മുഴുവൻ തീവണ്ടികളിലും ബയോ ടോയ്ലറ്റുകൾ. IRCTC, അയർകോൺ എന്നിവയുടെ ഓഹരി വിൽക്കാനായി ലിസ്റ്റ് ചെയ്യും. ചരക്ക് കടത്തിനായി പോയിന്റ് ടു പോയിന്റ് സർവീസ് ഏർപ്പെടുത്തുമെന്നും റെയിൽ ബഡ്ജറ്റിൽ വ്യക്തമാക്കുന്നു. പ്രത്യേക റെയിൽ ബഡ്ജറ്റ് എന്ന 92 വർഷത്തെ സമ്പ്രദായം മാറ്റിയാണ് പൊതു ബഡ്ജറ്റിനൊപ്പം ഇത്തവണ റെയിൽ ബഡ്ജറ്റും അവതരിപ്പിച്ചത്. പക്ഷേ സ്വകാര്യവൽക്കരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നതിനപ്പുറം യാത്രക്കാർക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. പാർലമെന്റിൽ നിന്നും സന്തോഷ് സർലിംഗ്. കേരളത്തിന് ഇത്തവണയും ബജറ്റിൽ സമ്പൂർണ്ണ അവഗണന. വർഷങ്ങളായി ആവശ്യപ്പെടുന്ന എയിംസ് അനുവദിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കേന്ദ്ര സഹായത്താൽ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് വേണ്ടത്ര പ്രാമുഖ്യവും ബജറ്റിൽ നൽകിയില്ല. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന കേരളത്തിന്റെ വർഷങ്ങളായുള്ള ആവശ്യം ഇത്തവണയും കേന്ദ്ര സർക്കാർ ചെവിക്കൊണ്ടില്ല. ജാർഖണ്ഡിലും ഗുജറാത്തിലും 2 വീതം എയിംസ് അനുവദിച്ചപ്പോൾ കേരളത്തിന്റെ ആവശ്യം ചെവിക്കൊള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. കേന്ദ്ര സഹായത്തോടെ പ്രവർത്തിക്കുന്ന പദ്ധതികളായ കൊച്ചി മെട്രോ, വിഴിഞ്ഞം തുറമുഖ പദ്ധതി തുടങ്ങിയവയ്ക്കും അർഹമായ പ്രാധാന്യം ബജറ്റിൽ നൽകാനായില്ല. പ്രധാനമന്ത്രി നേരിട്ട് നിരീക്ഷിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഏക പദ്ധതിയായ അങ്കമാലി എരുമേലി ശബരിപാത, കോട്ടയം ആലപ്പുഴ വഴികളിലൂടെയുള്ള പാത ഇരട്ടിപ്പിക്കൽ തുടങ്ങിയവയ്ക്കും മുന്തിയ പരിഗണന നൽകിയില്ല. കന്യാകുമാരി തിരുവനന്തപുരം പാത ഇരട്ടിപ്പിക്കൽ, നേമം ടെർമിനൽ, എറണാകുളം ഷൊർണൂർ 3ാം പാത, തലശ്ശേരി മൈസൂർ പാത എന്നിവയും കേരളത്തിന്റെ സ്വപ്നമായി തന്നെ അവശേഷിക്കുകയാണ്. കേരളത്തിന് ബജറ്റ് വിഹിതമായി ലഭിച്ച തുക ബോർഡ് അടിസ്ഥാനത്തിൽ ഇനി പറയുന്നവയാണ്. റബ്ബർ ബോർഡ് വികസനത്തിന് 140.60 കോടി, കോഫി ബോർഡിന് 140.10 കോടി, മത്സ്യബന്ധന വകുപ്പിന് 105 കോടി, കശുവണ്ടി വികസനത്തിന് 4 കോടി എന്നിങ്ങനെയാണ് അനുവദിച്ചിരിക്കുന്നത്.
പ്രധാനമന്ത്രിയുടെ പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയിൽ റബ്ബറിന് അർഹമായ പ്രാധാന്യം കൊടുക്കും എന്ന് കരുതിയിരുന്നെങ്കിലും ബജറ്റിൽ അത് കാണാനുണ്ടായില്ല. 3500 കിലോമീറ്റർ പാത ഇരട്ടിപ്പിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ബജറ്റിൽ പറയുന്നില്ല. പുതിയ തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമായുള്ള ട്രെയിനുകൾ പ്രഖ്യാപിച്ചുവെങ്കിലും കേരളത്തിന് ഇതിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്. 2017 കേന്ദ്ര ബജറ്റിൽ ശീതളപാനീയങ്ങൾ, സാനിറ്ററി പാഡുകൾ, സിഗരറ്റ്, സോളാർ വിളക്ക് തുടങ്ങിയവയ്ക്ക് വില കൂടും. LED ബൾബുകൾക്കും സിനിമാ ടിക്കറ്റിനും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്കും വില കുറയും. ബജറ്റിലെ നികുതി നിർദ്ദേശത്തെ തുടർന്ന് വില കൂടുകയും കുറയുകയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഏതൊക്കെയാണെന്ന് ഏറെ ആകാംക്ഷയോടെയാണ് ജനങ്ങൾ നോക്കിയിരുന്നത്. വില കൂട്ടുന്നതിനെയും കുറയ്ക്കുന്നതിനെയും ജനങ്ങൾ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലവേറിയിരുന്ന സ്വർണം, മൊബൈൽ നിരക്ക്, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, വജ്രം, രത്നം, സ്മാർട്ട് വാച്ച്, മൊബൈൽ നിരക്ക് എന്നിവയ്ക്കെല്ലാം വില കുറച്ചു. എന്നാൽ ശീതളപാനീയങ്ങൾ, സാനിറ്ററി പാഡുകൾ, സോളാർ വിളക്കുകൾ, മൈക്രോവേവ് ഓവൻ, നിയമസേവനങ്ങൾ, CCTV ക്യാമറകൾ, ഡയാലിസിസ് മെഷീൻ എന്നിവയ്ക്കെല്ലാം വില കൂടും. ലോട്ടറി ടിക്കറ്റിനും ഇലക്ട്രിക് വാഹനങ്ങൾക്കും വില കൂടും. റെഡിമിക്സ് കോൺക്രീറ്റിനും സിഗരറ്റിനും LED ബൾബിനും മൊബൈൽ ഫോണിന് പോലും വില കൂട്ടുന്നതാണ്. ഇറക്കുമതി ചെയ്ത് സംസ്കരിച്ച കശുവണ്ടി, അലൂമിനിയം ഉൽപ്പന്നങ്ങൾ, പാൻ മസാല, ഒപ്റ്റിക്കൽ ഫൈബർ നിർമ്മാണത്തിനുള്ള പോളിമർ കോട്ടഡ് MS ടേപ്പുകൾ, വെള്ളി നാണയങ്ങൾ എന്നിവയ്ക്കും വില കൂട്ടും. എന്നാൽ സോളാർ സെല്ലുകൾക്ക് വില കുറയ്ക്കും. പ്രകൃതിവാതകവും ബയോഗ്യാസ് ഉപകരണങ്ങളും വില കുറഞ്ഞു കിട്ടും. വാട്ടർ ഫിൽട്ടർ, ഓൺലൈൻ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ്, കാറ്റുപയോഗിച്ചുള്ള ജനറേറ്റർ, POS മെഷീൻ, ഫിംഗർ പ്രിന്റ് റീഡേഴ്സ്, പ്രതിരോധ സേനാംഗങ്ങളുടെ ലൈഫ് ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ സേവന നികുതി എന്നിവയ്ക്കെല്ലാം വില കുറയും. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. സിറ്റിംഗ് MP E. അഹമ്മദ് അന്തരിച്ചിട്ടും ബജറ്റ് അവതരിപ്പിച്ചതിൽ പ്രതിഷേധിച്ച കേരളത്തിലെ MPമാർ ബജറ്റ് അവതരണം ബഹിഷ്കരിച്ചു. ബജറ്റ് ഭരണഘടനാപരമായ അനിവാര്യത എന്നായിരുന്നു സ്പീക്കറുടെ നിലപാട്. കീഴ്വഴക്കമനുസരിച്ച് സഭ പിരിയണമെന്ന പ്രതിപക്ഷ കക്ഷികളുടെ എതിർപ്പ് അവഗണിച്ചാണ് സ്പീക്കർ ബജറ്റ് അവതരണത്തിന് അനുമതി നൽകിയത്. ബഹളത്തിൽ മുങ്ങിയായിരുന്നു NDA സർക്കാരിന്റെ 4ാം ബജറ്റ് അവതരണം. കേരള MPമാർ സംയുക്തമായി സഭ ബഹിഷ്കരിച്ചു. മുസ്ലിം ലീഗ് MPമാരും വിട്ടുനിന്നു. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ E. അഹമ്മദ് അന്തരിച്ചിട്ടും സഭാ നടപടികളുമായി മുന്നോട്ടു പോയ കേന്ദ്ര സർക്കാരിന്റെ നടപടികളിലായിരുന്നു MPമാരുടെ പ്രതിഷേധം. കേന്ദ്ര സർക്കാർ വർഷങ്ങളായി തുടരുന്ന മര്യാദ പാലിച്ചില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. Even when a parliament member dies or expires, the house adjourns. Here, in this case, they can tell there are some instances and we can take budget and then next day we can do that. E. അഹമ്മദിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് സഭാ നടപടികൾ ആരംഭിച്ചത്. എന്നാൽ സിറ്റിംഗ് MPയുടെ മരണത്തോട് ആദരസൂചകമായി ബജറ്റ് അവതരണം നിർത്തിവെക്കണമെന്നായിരുന്നു കേരളത്തിൽ നിന്നടക്കമുള്ള പ്രതിപക്ഷ MPമാരുടെ ആവശ്യം. എന്നാൽ 1 മിനിറ്റ് മൗനാചരണത്തിന് ശേഷം ബജറ്റ് അവതരണത്തിനുള്ള അനുമതിയാണ് സ്പീക്കർ നൽകിയത്. വർഷങ്ങളോളം വിവിധ വകുപ്പുകൾ പാർലമെന്റിൽ കൈകാര്യം ചെയ്തിരുന്ന ആളാണ് E. അഹമ്മദ്. അദ്ദേഹത്തിന് അർഹതപ്പെട്ട അന്തിമോപചാരം നൽകാൻ പോലും പാർലമെന്റ് തയ്യാറാകാത്തതും സ്പീക്കറുടെ നടപടിയും വരും നാളുകളിൽ ചരിത്രം എങ്ങനെ രേഖപ്പെടുത്തുമെന്നതാണ് കണ്ടറിയേണ്ടത്. ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം പാർലമെന്റിന് മുന്നിൽ നിന്നും മനീഷ് ശങ്കരൻ. സംസ്ഥാനത്തിന് നീതി നൽകാത്ത ബജറ്റാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമ്പത്തിക മരവിപ്പ് മറികടക്കാൻ നടപടികളില്ല. കേരളത്തിന്റെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചില്ലെന്നും മുഖ്യമന്ത്രി. സഹകരണ മേഖലയ്ക്കും തൊഴിലുറപ്പ് പദ്ധതിക്കും അവഗണന. സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി ഉയർത്തിയില്ല. റബ്ബർ വിലസ്ഥിരത ഉറപ്പാക്കാൻ നടപടിയില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ബജറ്റ് കേരളത്തെ നിരാശപ്പെടുത്തിയതായി ധനമന്ത്രി TM തോമസ് ഐസക്. തൊഴിലുറപ്പ് പദ്ധതിക്കായി നീക്കിവെച്ച തുക അപര്യാപ്തമാണ്. കാർഷിക മേഖലയ്ക്കും ബജറ്റ് തിരിച്ചടിയാണെന്ന് ധനമന്ത്രി പ്രതികരിച്ചു. കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എന്നും ചെലവ് ചുരുക്കാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതരാകുമെന്നും ഐസക് പറഞ്ഞു. ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നതിന് ഈ ബഡ്ജറ്റ് അപര്യാപ്തമാണ്. ഒരു സാമ്പത്തിക മുരടിപ്പിന്റെ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാരും ചെലവ് ചുരുക്കാൻ നിർബന്ധരായി തീരുന്ന ഒരു സ്ഥിതിവിശേഷം. കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള ആവശ്യങ്ങളും അംഗീകരിക്കുന്നതിന് തയ്യാറായി. നോട്ട് പ്രതിസന്ധിയുടെ ഇരകളെ വിസ്മരിച്ച ബജറ്റ് കേരളത്തെ പാടെ അവഗണിച്ചുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. നോട്ട് നിരോധന ദുരന്തത്തിൽപ്പെട്ട് മരണമടഞ്ഞവരുടെ ബന്ധുക്കളെ സഹായിക്കുന്നതിനുള്ള ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള ക്രിയാത്മക നടപടിയും ബജറ്റിലില്ല. കേരളത്തിന് ഇത്തവണയും എയിംസ് ഇല്ല എന്നത് കടുത്ത അവഗണനയാണ്. ബജറ്റ് അവതരിപ്പിച്ച ദിനം തന്നെ പാചകവാതകത്തിന് കുത്തനെ വില കൂട്ടിയത് സർക്കാരിന്റെ ജനദ്രോഹം കൂടുതൽ തുറന്നു കാട്ടുന്നതാണ് എന്നും കോടിയേരി
പ്രസ്താവനയിൽ പറഞ്ഞു. കോർപ്പറേറ്റുകളെ ശക്തിപ്പെടുത്തുന്ന ബജറ്റ് സാധാരണക്കാർക്ക് ദ്രോഹകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 10% 5% കുറയ്ക്കണമെന്ന വ്യാപാരികളുടെ ആവശ്യം ബജറ്റിൽ പരിഗണിച്ചില്ല എന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്. ഇറക്കുമതി തീരുവ കുറയ്ക്കാത്തത് കള്ളക്കടത്ത് വർദ്ധിക്കാനിടയാക്കും. ബജറ്റിൽ പ്രതീക്ഷയുളവാക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിലും ഇക്കാര്യത്തിൽ വെള്ളം ചേർക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ട്. പ്രഖ്യാപിച്ച പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള ആർജവം കാണിക്കണമെന്നും MP അഹമ്മദ് പറഞ്ഞു. സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന കള്ളക്കടത്തും മണ്ണക്കോൺ ബിസിനസ്സും കുറയ്ക്കാൻ വേണ്ടിക്കൊണ്ട് ഇമ്പോർട്ട് നികുതി കുറയ്ക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് ഇമ്പോർട്ട് ഡ്യൂട്ടി ഇപ്പോൾ 10 തന്നെയായിട്ട് തുടരുകയാണ്. അത് തുടരുന്നത് കൊണ്ട് ഈ കള്ളക്കടത്തും അൺഅക്കൗൺ ബിസിനസ്സും വളരാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഗവൺമെൻറ് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നടപ്പിൽ വരുത്തുമ്പോൾ വെള്ളം ചേർക്കപ്പെടുമോ, എത്രത്തോളം നടപ്പിലാക്കും എന്നുള്ളതാണ്. പ്രഖ്യാപനങ്ങൾ കൃത്യമായ സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള ആർജവവും ഗവൺമെൻറ്റും സംവിധാനങ്ങളും ചെയ്താൽ മാത്രമേ നടപ്പിലാവുകയുള്ളൂ. അത് വളരെ നന്നായിരിക്കും. കോട്ടയം SME കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി തീ കൊളുത്തിയ വിദ്യാർത്ഥിനി മരിച്ചു. 3ാം വർഷ വിദ്യാർത്ഥിനി ഹരിപ്പാട് സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത്. തീ കൊളുത്തിയ നീണ്ടകര സ്വദേശി ആദർശം മരിച്ചു. പ്രണയ നൈരാശ്യമാണ് അതിക്രമത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് വിദ്യാർത്ഥിനിയെ തീകൊളുത്തി കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവും പൊള്ളലേറ്റ വിദ്യാർത്ഥിനിയുമാണ് മരിച്ചത്. കോട്ടയം MG സർവകലാശാലയുടെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ് മുറിയിലാണ് സംഭവം. ഹരിപ്പാട് സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത്. ദേഹത്ത് 80% പൊള്ളലേറ്റിരുന്ന ലക്ഷ്മിയുടെ ശ്വാസകോശത്തിനേറ്റ പൊള്ളലാണ് മരണകാരണം. സഹപാഠികളുടെ മുന്നിൽ വെച്ചായിരുന്നു സംഭവം. പെട്രോൾ ഒഴിച്ചതോടെ ഭയന്ന പെൺകുട്ടി ക്ലാസ്സിൽ നിന്നിറങ്ങി ഓടി. പിന്നാലെ ഓടിയെത്തിയ ആദർശ് ലൈബ്രറിയുടെ സമീപത്ത് വെച്ച് കയ്യിൽ കരുതിയിരുന്ന ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തി തടയാൻ ശ്രമിച്ച അജ്മൽ, അശ്വിൻ എന്നീ 2 വിദ്യാർത്ഥികൾക്കും പൊള്ളലേറ്റു. ലക്ഷ്മി ഈ പറഞ്ഞ പെട്രോളിൽ കുളിച്ച് ഞങ്ങളുടെ ലൈബ്രറിയിലോട്ട് പെട്ടെന്ന് ഓടി വന്ന് പുറകെ ഈ ആദർശും അവൻ്റെ ദേഹത്തും ഫുള്ള് പെട്രോളായിരുന്നു. അവനും പുറകെ ഓടി വന്ന് ആ പെൺകുട്ടിയെ പുറകിൽ നിന്ന് പിടിച്ചിട്ട് കൈ ലാമ്പുണ്ടായിരുന്നു. ലാമ്പിന് പെട്ടെന്ന് കത്തിക്കാൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ ലാമ്പെടുത്തപ്പോഴേ പിടിച്ചു മാറ്റാൻ ചെന്നു. അപ്പോൾ ഞങ്ങളുടെ കൈയും പുള്ളി പെട്ടെന്ന് ഒറ്റ കത്തിച്ച് ബ്ലാസ്റ്റ് ചെയ്യുമായിരുന്നു. സപ്ലിമെന്ററി പരീക്ഷ എഴുതാൻ ക്യാമ്പസിലെത്തിയതായിരുന്നു പൂർവ്വ വിദ്യാർത്ഥിയായ ആദർശ്. 6 മാസത്തിലായി ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും യുവാവിന്റെ വിവാഹാഭ്യർത്ഥന വീട്ടുകാർ നിരസിച്ചിരുന്നെന്നും പോലീസ് പറയുന്നു. ഇത് സംബന്ധിച്ച് പെൺകുട്ടിയുടെ വീട്ടുകാർ കായംകുളം പോലീസിൽ നേരത്തെ പരാതിയും നൽകിയിരുന്നു. മരിക്കുന്നതിന് മുമ്പ് 2 പേരിൽ നിന്നും ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് മൊഴിയെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോഴിക്കോട്ട് എത്തിച്ച അഹമ്മദിന്റെ മൃതദേഹം ലീഗ് ഹൌസിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണനും അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിച്ചു. നാളെ കണ്ണൂരിൽ ഖബറടക്കം നടക്കും. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നു. സിജു, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, കഴിഞ്ഞ ദിവസം അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവ് അഹമ്മദിന്റെ ഭൗതിക ശരീരം അല്പസമയങ്ങൾക്കകം ജന്മനാടായ കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. നിലവിൽ കോഴിക്കോട് കടപ്പുറത്ത് നടന്ന മയ്യിത്ത് നിസ്കാരം പൂർത്തിയായി കഴിഞ്ഞു. അതിനു മുമ്പ് കോഴിക്കോട്ടെ ലീഗ് ഹൌസിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് പ്രിയപ്പെട്ട നേതാവിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ലീഗ് ഹൌസിൽ എത്തിയത്. ഇവിടെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. ഇന്ന് വൈകുന്നേരം 5:30 കൂടിയാണ് ഡൽഹിയിൽ നിന്ന് മൃതദേഹം കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചത്. ഇതിനുശേഷം കോഴിക്കോട് ഹജ്ജ് ഹൌസിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. ഇവിടെയും മലപ്പുറത്ത് നിന്നും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. ഇവിടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, ആര്യാടൻ മുഹമ്മദ്, PP തങ്കച്ചൻ, TK ഹംസ, AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, ഉമ്മൻചാണ്ടി തുടങ്ങി പ്രമുഖർ ഹജ്ജ് ഹൌസിലെത്തിയാണ് മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചത്. ഇവിടെയും മയ്യിത്ത് നിസ്കാരം നടന്നിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ആലിക്കുട്ടി മുസ്ലിയാർ, ഹമീദ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി. കോഴിക്കോട് കടപ്പുറത്ത് അല്പസമയങ്ങൾക്ക് മുമ്പ് പൂർത്തിയായ മയ്യിത്ത് നിസ്കാരത്തിന് മുനവർലി ശിഹാബ് തങ്ങളാണ് നേതൃത്വം നൽകിയത്. ഇപ്പോൾ മൃതദേഹം ജന്മനാടായ കണ്ണൂരിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയങ്ങൾക്കകം മൃതദേഹം കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. നാളെ രാവിലെയാണ് അഹമ്മദിന്റെ ഖബറടക്കം നടക്കുക. അരുൺ, സിജു ആണ് വിവരങ്ങൾ നൽകിയത്. അഹമ്മദിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. എന്നും മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു. വിദേശകാര്യ സഹമന്ത്രി കൂടിയായിരുന്ന
വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിലും ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇ അഹമ്മദിന്റെ നിര്യാണം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും കുടുംബത്തിനും മാത്രമല്ല സമൂഹത്തിനാകെ വലിയ നഷ്ടമാണെന്നും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മുഖ്യമന്ത്രിയുടെ അനുശോചന സന്ദേശത്തിൽ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞ 45 ദിവസമായി കൊല്ലം വിജയലക്ഷ്മി ഫാക്ടറിക്ക് മുന്നിൽ കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITU നടത്തിവന്ന നിരാഹാര സമരം ഒത്തുതീർന്നു. മാർച്ചിൽ VLCയുടെ മുഴുവൻ ഫാക്ടറികളും തുറക്കുമെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായി അടച്ചിട്ടിരുന്ന ഫാക്ടറികളാണ് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ 45 ദിവസത്തെ നിരാഹാര സമരത്തിനൊടുവിൽ തുറക്കാൻ വഴി തുറന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലിനെ തുടർന്നാണ് തൊഴിലാളി നേതാക്കളും മാനേജ്മെന്റ് പ്രതിനിധികളും തമ്മിൽ നടന്ന ചർച്ചയിൽ ധാരണയായത്. തോട്ടണ്ടി സീസണായ മാർച്ചിൽ VLCയുടെ 12 ഫാക്ടറികളും തുറക്കാമെന്ന് എഴുതി തയ്യാറാക്കിയ കരാറിൽ മാനേജ്മെന്റ് ഒപ്പുവെച്ചു. ഫാക്ടറി പടിക്കൽ നടത്തിവന്ന സമരം അവസാനിപ്പിച്ച് നിരാഹാര സമരം VLC ഹെഡ് ഓഫീസിന് മുമ്പിൽ ആരംഭിക്കാനിരിക്കെയാണ് മുഖ്യമന്ത്രി ഇടപെട്ടതും സമരം ഒത്തുതീർന്നതും. കശുവണ്ടി മേഖലയുടെ വികസനത്തിനും സംരക്ഷണത്തിനും ആവശ്യമായ എല്ലാ സഹായങ്ങളും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്നും മേഖലയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉടൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രി സമ്മതിച്ചതായും VLC മാനേജ്മെന്റ് പ്രതിനിധികളായ പ്രതാപ് ആർ നായരും പ്രകാശ് ആർ നായരും പീപ്പിൾ TVയോട് പറഞ്ഞു. അടഞ്ഞ 15 ഫാക്ടറികളും 13 നമ്മുടെ ജില്ലയിലാണ്, 2 ഫാക്ടറികൾ മറ്റ് ജില്ലകളിലാണ്. ആ 15 ഫാക്ടറികളും പ്രവർത്തിപ്പിക്കാൻ തീരുമാനം കൈക്കൊള്ളുന്നു. കാഷ്യൂ ഫാക്ടറികൾ കേരളത്തിൽ നിലനിർത്താനുള്ള എല്ലാ രീതിയിലുള്ള നടപടികൾ എടുക്കാൻ നോക്കാമെന്നുള്ള അടിസ്ഥാനത്തിൽ ഞങ്ങൾ മാർച്ചിലോ ഏപ്രിലിലോ അണ്ടി ലഭ്യമാവുന്ന മുറയിൽ കാഷ്യൂ ഫാക്ടറികൾ ഞങ്ങളുടെ തുറക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. 12 ഫാക്ടറികളിലായി 6000-ഓളം തൊഴിലാളികളാണ് പണിയെടുത്തിരുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി ഫാക്ടറികൾ അടച്ചിട്ടിരുന്നതിനാൽ തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലായിരുന്നു. അതേസമയം അടഞ്ഞുകിടക്കുന്ന മറ്റു ഫാക്ടറികൾക്ക് മുമ്പിലെ നിരാഹാര സമരം തുടരും. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.